എഴുതി കാണിച്ച പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ കറി കഴിച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് കാലത്ത് സൺഡേ ആയിട്ട് നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് ഇന്ന് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് സിമ്പിളാണ്, സംഭവം ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം നമ്മുടെ ചിക്കനിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് അതങ്ങനെ ഇടുന്ന് സെറ്റാവട്ടെ. ഇട്ടിരുന്ന് ഉപ്പൊക്കെ പിടിച്ച് ആ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ എല്ലാം വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പോൾ മിക്കുവിന് ഈ ചിക്കൻ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് അമ്മേ എനിക്കൊന്ന് ഉണ്ടാക്കി താട്ടമ്മേ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് നടക്കണം. അപ്പോൾ ക്യാപ്സിക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ക്യാപ്സിക്കോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മിക്കുവിനിപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ മിക്കുവിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ നേരം കൊണ്ടൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ ചതച്ച മുളക് ഇടുന്നുണ്ട് കേട്ടോ. ചതച്ച മുളകും ഇത്തിരി ജീരകം ഇടുന്നുണ്ട്. ജീരകം ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഇത്തിരി ജീരകം ഇടുന്നുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ വാരിയിടും കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് നമുക്ക് കുനുകുനാന്നരിഞ്ഞ സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. മിക്കുവിന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അധികം സ്പൈസി ഒന്നും ചേർക്കണില്ല. പിന്നെ ഒരു ക്യാപ്സിക്കം നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞിട്ട് അതും ചേർത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. നല്ലൊരു റെഡ് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും എരിവും കുറച്ചുണ്ടാകാൻ വേണ്ടിയിട്ടും കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ പേരിന് ഒരു മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അരച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ കെച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ചിക്കൻ ഇത്തിരിയും കൂടി ഒന്ന് വേകാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരിയും കൂടി വെള്ളം ഒഴിക്കുന്നത്. ഡ്രൈ ആയിട്ട് എടുക്കേണ്ട സംഭവമാണ്. പക്ഷേ ലാസ്റ്റ് ഫുട്ടേജ് എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തെടുത്ത് സെറ്റാട്ടെ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നല്ലോണം വരട്ടി കറുത്ത് മഞ്ഞ വിധത്തിലാവണമ്മ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇതേ വാങ്ങിയെടുക്കാം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഫുട്ടേജ് എടുക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഇതൊക്കെ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് കറക്കണ ഒരു പാവാകുമ്പോഴേക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കണം.